യൂഷ്വൽ ഗ്രോസറി ഷോപ്പിംഗ് സാറ്റർഡേ ആണ്. അപ്പം ചിലരൊക്കെ ചോദിക്കാറുണ്ട് എത്രയാണ് ഇവിടെ ഒരു വീക്ക്ലി ആവുന്നതെന്ന്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഒരു 2 weeks ഗ്രോസറി ഷോപ്പിങ്ങിൽ നിങ്ങളെയും കൂടെ കൊണ്ടുപോവാണ്. ഇപ്പോഴത്തെ സമയം 8:15 കഴിഞ്ഞു. നമുക്ക് സെയിൻസ്ബറിയിൽ പോകണം. വെറുതെ പോയാൽ പോരാ, നമുക്ക് ആദ്യം ലിസ്റ്റ് ഇടണം, എന്നിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമുക്ക് ഫ്രൂട്ട്സ് വേണം കേട്ടോ. ഫ്രൂട്ട്സ് എന്താ? ആപ്പിൾ. നമുക്ക് ആപ്പിൾ ഉണ്ട്, പക്ഷെ നമുക്ക് മുന്തിരി വേണം, സ്ട്രോബെറി വേണം, ബ്ലൂബെറി വേണം, പിന്നെ പാല് വേണം, ഒരു തോരൻ, ചിക്കൻ. അപ്പൊ ചിക്കൻ വേണം, സാലമൺ വേണം. ഒരു കാര്യം പറയട്ടെ, ചിക്കൻ കുറച്ച് കറി ഉണ്ടാക്കുന്നുണ്ട്, നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്, അങ്ങനെയാണോ? അപ്പൊ 2 ചിക്കൻ വേണോ? കോക്കനട്ട് മിൽക്ക് വേണം എനിക്ക്. കോക്കനട്ട് വാട്ടർ വേണം, ചൂട്. ഓറഞ്ച് ജ്യൂസ് ഉണ്ട്. പിന്നെ മെയിൻ സാധനങ്ങളെല്ലാം കവർ ചെയ്തു. കോക്കനട്ട് അത് നമ്മൾ വാങ്ങിച്ചു, ഞാൻ അതിന് മനസ്സിലാക്കി നമുക്ക് പൊടികളിൽ ഇരിപ്പുണ്ട്. പിന്നെ അല്ലാത്ത ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടോ? ബാൻഡേഡ് അതൊക്കെക്കാം. അപ്പോൾ ഞങ്ങളുടെ ഫ്രൂട്ട്സും പച്ചക്കറിയും ഏകദേശം ഷോപ്പിംഗ് ചെയ്ത് വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങളുടെ മെയിൻ ഐറ്റംസ്. ഓക്കെ, പിന്നെ നമുക്ക് പ്രോട്ടീൻ സെഷനിലോട്ട് പോയാലോ? അപ്പോൾ എൻ്റെ ഭാഗത്ത് ഒരു സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നെടുക്കാൻ പോകുന്നത് ചിക്കൻ റൈസാണ്. കൊച്ചിന് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ചിക്കൻ കറി. To be honest, എനിക്കും എൻ്റെ ചിക്കൻ കറി അടിപൊളിയാണ്. റെസിപ്പി ചാനലിലുണ്ട്, ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ട്രൈ ചെയ്യുക. എണ്ണയില്ല വികൃതമാണെങ്കിലും എൻ്റെ രൂപയാണ്. കൊച്ചിന്റെ രൂപ. കണ്ടു ഞാൻ സ്നേഹത്തിനാഴം കണ്ടു ഞാൻ. ചോക്ലേറ്റാ അല്ലാതെ പറഞ്ഞ ഷുഗർ ഉണ്ടോ? ഷുഗർ. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഷുഗർ, കോക്കനട്ട് പാം ഷുഗറാ. അതൊക്കെയാണോ? അതൊക്കെയാണ്. സ്ട്രോബെറി ഫ്ലേവർ ഉണ്ട്. ഓവർനൈറ്റ് ഓട്സ് ആണ്, പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ? ബ്രേക്ക്ഫാസ്റ്റ് ആണ്, പക്ഷേ ഇതിൽ സ്ട്രോബെറിയിൽ നാച്ചുറൽ ഫ്ലേവറിങ് കോക്കനട്ട് പാം ഷുഗർ ഓൾമോസ്റ്റ് സെയിം ആണ്. ഏതോ ഒരെണ്ണം ഉണ്ട്, അതിൽ അത്ര കുഴപ്പമില്ല. അതിൽ നോക്കിക്കേ, ഇൻഗ്രീഡിയൻസ് ഒന്ന് വായിച്ചു കൊടുക്കുക, കേൾക്കട്ടെ. ഗ്ലൂട്ടൻ ഫ്രീ ഓട്സ് ഉണ്ട് 89%, ചിയ സീഡ്സ് 10%, കിനുവ സ്പ്രൗട്ട്സ് rich in natural B vitamins. There is no sugar, ഒന്നുമില്ല. നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യാം. ഓവർനൈറ്റ് ഓട്സ് ആണ്. നല്ല. എത്രയാണ് ഇതിന്റെ വില? 3 pounds. 3 pounds. ഓട്സ് ഇതെല്ലാം ഇങ്ങനെ ഓവർനൈറ്റ് ചെയ്യണമെന്നില്ല, പക്ഷേ ഇങ്ങനെ പാക്കറ്റായിട്ട് വാങ്ങിക്കണമെന്നില്ല, അല്ലാതെ നമുക്ക് ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ ഇടയ്ക്കൊരു ചേഞ്ചിന്. അപ്പോൾ ഇതൊക്കെ വാങ്ങിക്കുമ്പോൾ എപ്പോഴും ഇതിൽ ഇൻഗ്രീഡിയൻസ് കറക്റ്റായിട്ട് നോക്കണം. മിക്കതിലും റീഫ്സീഡ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ അങ്ങനെയാണ് ഇതിരിക്കുന്ന മിക്കതിലും. ഇതിൽ 3 ഇൻഗ്രീഡിയൻസേ ഉള്ളൂ: ഓർഗാനിക് ഗ്ലൂട്ടൻ ഫ്രീ ഓട്സ്, സോൾട്ട്, വാട്ടർ. മിൽക്ക് എന്ന് പറഞ്ഞൊരു ജസ്റ്റ് മിൽക്ക് മാത്രമായിരിക്കില്ല കേട്ടോ, അത് നോക്കിയിട്ട്. ഷാനയുടെ എപ്പോഴും നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാനുള്ള ടൈം ഇല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇതെല്ലാം
അപ്പൊ കണ്ടല്ലോ, ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഷോപ്പിംഗ്. എത്ര രൂപ വെച്ച് മൊത്തം? മൊത്തത്തില് 61.55 ആയി. 61 പൗണ്ട് 55 പെൻസ്. അതിൽ നമുക്കൊരു 5 pounds ഓൾമോസ്റ്റ് നമ്മുടെ നെക്ടർ കാർഡ് സേവിങ്സ് ഉണ്ട്. അടിപൊളി. പിന്നെ ഇതാണ് ഇപ്പൊ നമ്മളുടെ ഒരു ആവറേജ് ഒരു 2 വീക്സിലേക്കുള്ള ഷോപ്പിംഗ് കേട്ടോ. അപ്പം 1 വീക്ക് ഓൾമോസ്റ്റ് 30 സംതിങ്. പിന്നെ ഇതില് നമ്മൾ അങ്ങനെ എക്സ്ട്രാ ആയിട്ട് ഇത്തവണ എക്സ്ട്രാ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, എക്സ്ട്രാ എന്നല്ല, നമ്മളിപ്പം ഓവർനൈറ്റ് ഓട്സ് അത് ഞാൻ ഇടയ്ക്ക് വല്ലപ്പോഴേ വാങ്ങിക്കാറുള്ളൂ. നമുക്ക് അല്ലാതെ ഇവിടെ ഓട്സ് നമ്മൾ വാങ്ങിക്കാറുണ്ടല്ലോ. പിന്നെ നമ്മുടെ ഓട്ട് മിൽക്ക് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. ഇച്ചിരി ഒരു ഓർഗാനിക്കോ അല്ലെങ്കിൽ ഇച്ചിരി ഒരു എക്സ്ട്രാ വന്നിരിക്കുന്നത്. ബാക്കിയെല്ലാം നമ്മുടെ യൂഷ്വൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ഷോപ്പിംഗ്. അപ്പൊ ഇത്രയൊക്കെ ആവും ഇവിടെ. പണ്ട് നമ്മള് 2 വീക്സ് പോകുമ്പോ ഇതിന് ഹാഫ് ആവത്തുള്ളായിരുന്നു. ഇപ്പം നമ്മൾക്ക് കുറച്ചുകൂടെ ആവും, കാരണം സാധനങ്ങളുടെയൊക്കെ അതെ അതെ അതെ. പിന്നെ മാത്രമല്ല നമ്മള് നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ ഗിഫ്റ്റ് കാർഡ് വെച്ചിട്ടാണ് പേ ചെയ്തത്. നമ്മൾ വീഡിയോസിലൊക്കെ പറയാറുണ്ട്, നമ്മൾ ഒരു ഗിഫ്റ്റ് കാർഡ് എടുക്കും സെയിൻസ്ബറീസിന്റെ, അത് വെച്ചിട്ടാണ് പേ ചെയ്യുന്നത്. നമുക്കൊരു ബഡ്ജറ്റിൽ നിർത്താൻ പറ്റും. അതെ, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ വീശിക്കൊണ്ടേയിരിക്കും. യെസ്. അത് മാത്രമല്ല ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ പോയത്. എപ്പോഴും നമ്മൾ അങ്ങനെ പോവാം. യെസ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പോ നമ്മൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമ്മുടെ മീൽ പ്രെപ്പ് ഇന്നൊരു ബിരിയാണി ഡേ ആണ്. സമയം 10:10 നമുക്ക് നമ്മുടെ കുക്കിംഗ് തുടങ്ങാൻ സമയമായി. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? കുക്കിംഗ് തുടങ്ങാം, പക്ഷെ വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പൊ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.